ത്രിശക്തിയായി വാണരുളുന്ന ഏമൂർ ഭഗവതി അഥവാ ഹേമാംബികാദേവി കല്ലേക്കുളങ്ങര ദേശത്തെ ഒരു പുണ്യഭൂമിയാക്കി മാറ്റി. കല്ലേക്കുളങ്ങര ഒരു ഗ്രാമം മാത്രമല്ല, പൈതൃകത്തിന്റെയും ആത്മീയതയുടെയും കലാസാംസ്കാരിക പാരമ്പര്യത്തിന്റെയും മനോഹരമായ ഒരു അടയാളമാണ്. ഗോപാലകൃഷ്ണമേനോൻ എന്നുപേരുള്ള ഏവർക്കും സുപരിചിതനായിരുന്ന അന്തരിച്ച കുട്ടൻ മാസ്റ്റർ രാമായണം, ഭാഗവതം, ശ്രീമദ് ദേവീഭാഗവതം എന്നീ വിഷയങ്ങളിൽ വലിയൊരാചാര്യനായിരുന്നു. കല്ലേക്കുളങ്ങരക്കാരനായ കുട്ടൻ മാസ്റ്റർ ഒരു തികഞ്ഞ സായി ഭക്തനുമായിരുന്നു. രാമായണ മാസങ്ങളിൽ വടക്കൻതറ ശ്രീ തിരുപ്പുരായക്കൽ ഭഗവതീ ക്ഷേത്രത്തിലും അകത്തേത്തറ ചേപ്പിലമുറി ദുർഗാദേവീ ക്ഷേത്രത്തിലും വർഷങ്ങളോളം രാമായണശീലുകൾ ചൊല്ലി ആയിരക്കണക്കിന് ഭക്തമനസ്സുകളിൽ ശ്രീരാമനാമത്തിലൂടെ കരുണ, ദയ, ക്ഷമ, ആത്മസംയമനം, ധീരത എന്ന പഞ്ചമുഖ നിലവിളക്ക് അദ്ദേഹം തെളിയിച്ചു നിർത്തി. ഗജാനനം ഭൂതഗണാതിസേവിതം കവിത്വജംബോഫലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ, ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ, ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ, ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ, ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ, ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ, ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപതി, ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ, നാരായണായ നമോ നാരായണായ നമോ, നാരായണായ നമോ നാരായണായ നമഃ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളി പെണ്ണെ, ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാതെ, ശാരിക പൈതൽ താനും വന്നിച്ചു വന്യന്മാരെ, ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ. ഈ രാമായണ പുണ്യവേളയിൽ ആചാര്യൻ കുട്ടൻ മാസ്റ്ററുടെ ദിവ്യസ്മരണകൾക്ക് മുന്നിൽ പ്രണാമമർപ്പിക്കുന്നു.